അങ്ങനെ അൽഹംദുലില്ലാഹ് ഇണ്ട് ഞങ്ങളെ റായത്തെ മദ്രസത്തെ മക്കളെയും ദർസിൽ പഠിക്കുന്ന മുതഅല്ലിം മക്കളെയും കുറിയ കാര്യക്രമ ഉണ്ട് നടത്തിയിട്ട് ബാക്കിയുള്ളതെല്ലാം 4 അസർ നിസ്കരിച്ചതിൽ പിന്നെ ഞങ്ങളെ ആ കാര്യക്രമ കണ്ടിന്യൂ ആയിട്ട് നടക്കിട് അല്ലാഹു തആല എല്ലാം വൻ വിജയമാക്കി തരുമാറാവട്ടെ. ആമീൻ. ഈ എല്ലാ കാര്യക്രമത്തില് ഏതെല്ലാം നിലക്ക് സഹായിച്ച് സഹകാരാക്കിയേ, തടികൊണ്ട് അധ്വാനിച്ച്, അതുപോലെ പണം കൊണ്ട് സഹായിച്ച്, ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ഉമ്മമാർ, ബാക്കിയുള്ള സഹോദരിമാർ അടക്കം എല്ലാ ആൾമാർക്കും അല്ലാഹു തആല ധാരാളം ഖൈറാത്തുകൾ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞങ്ങളെ ഔത്തുലു, ഞങ്ങളെ കുടുംബത്തില്, ഞങ്ങളെ റായത്തില്, അല്ലെങ്കിൽ ഞങ്ങളെ ദേശത്തില്, അല്ലെ ഇടീ പ്രപഞ്ചത്തില് എത്രമാ ആളുമാർ ഈ ലോകത്തില് ജീവിച്ചിട്ട് മരിച്ചിടാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭസ്ഥ ശിശുവായതിനെ പിടിച്ചിട്ട് വഫാത്തിനടുത്തോളം അതിൽ പിന്നത്തെ 1447 വർഷത്തെ ചരിത്രയും ഈ ലോകത്തിൽ ഉല്ലേഖാക്കപ്പെട്ടിട്ടുണ്ട്. ടോട്ടലി ചൊല്ലുടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 1500ാമത്തെ ജന്മദിന ചൊല്ലുടുതു. അതൊരു വിശേഷ ഉല്ലംഘനത്തെ ഒരു ആചരണയായിട്ടില്ല. ലോകത്തെ എല്ലാ ഭാഗത്തിലും വിശേഷമായ രീതിയിലുള്ള ആചരണങ്ങൾ നടന്നുകൊണ്ടുണ്ട്. മുഞ്ഞാണ്ട് ഞങ്ങളുടെ 12 ആചരണാക്കടെ മുന്നൽത്തണ്ട് ജാവു മദീനത്തെ പരിശുദ്ധമായ റൗള ഷരീഫിന്റെ ചുറ്റുഭാഗത്തിൽ നിന്നിട്ട് ധാരാളം ആളുമാർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചിട്ട് നബി തങ്ങളെ പേരിൽ സലാത്ത് ചൊന്നിട്ടു, സലാമു ചൊന്നിട്ടു, മദ് ചൊന്നിട്ടു. ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് സന്തോഷത്തിൽ പ്രദർശനാക്കരുത്. ഞങ്ങൾ എല്ലാരും സോഷ്യൽ മീഡിയത്തിൽ ഞങ്ങൾ നോക്കിറ. ഞാൻ ഇതിൽ ഓർമ്മപ്പെടുത്തുന്നത് എന്തിനായിട്ട് കേട്ടെങ്കിൽ, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ ആൾമാർക്ക് മാത്രമേ അല്ലാഹു ചെയ്തത്തെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടിക്കട് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ലോകത്തിൽ കണ്ടതും ആ ജന്മവും അതുപോലെ നുബുവത്ത് കിട്ടിയതും ഈ ലോകത്തെ ജീവന ശൈലിയും അനുഗ്രഹമായിട്ട് കാണുകയുള്ള സൗഭാഗ്യമുള്ളത് മുഅ്മിനീങ്ങളായ ആളുമാർക്ക് മാത്രമേ അവകാശമുള്ളൂ. ഈമാൻ ഇല്ലാത്ത ആളുമാർക്ക് നബി തങ്ങളെ ജന്മദിന ബറുമ്പത്തു അങ്ങനെ മുസുണ്ടെല്ലാം മുകള കറുത്തിട്ട് പോണ്ടു. ഈമാൻ ഇല്ലാത്ത ആളുമാർക്ക് നബി തങ്ങളെ മദ് ചൊല്ലുമ്പത്തു അത് എന്തോ ഒരു കർക്കശമായ സൗണ്ട് കേട്ട പോലെ ആവിടൂ. ഈമാനില്ലാത്ത ആളുമാർക്ക് മുത്തുനബി തങ്ങളെ പേരിൽ കൊടുക്കണിക്കത്തെ ആക്കണിക്കത്തെ മജ്ലിസും അവിടുത്തെ പേരിൽ കൊടുക്കണിക്കത്തെ സദഖവും അത് യന്ത്രമാ ഒരു അറോച്ചക്ക പോലെ ആയിട്ട് കണ്ട് പരിശുദ്ധമായ ഖുർആൻ ചൊല്ലുടു. മുഅ്മിനീങ്ങളായ ആൾമാർക്ക് അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ നിഅമത്തായിട്ടിക്കട് ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട ഒരാളുടെ മനുഷ്യന്മാരെ കഷ്ട നഷ്ട മനുഷ്യരുടെ ആകു ಹೋಗು ಏಳು ಬೀಳು അതേപോലെ ಜೀವನದ ಹುಟ್ಟು ಮರಣ ಪ್ರತಿಯೊರು ಸಂತೋಷ ಮತ್ತು ದುಃಖത്തെ ಕ್ಷಣಗಳ ಬಗ್ಗೆ ತೆರಿಡೆಣಿಕತೆ മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട ഒരു മനുഷ്യരെ നങ്ങ നബിയായിട്ട് കടത്തിയ റസൂലായിട്ട് കടത്തിയ
എന്തിക്ക് അല്ലാഹു തആലക്ക് വളരെ ഈസി ഒരു മലക്കിടെ അല്ലാഹു നിയമക്കാക്കിയിട്ട് ഇവിടെ ദീനിനെ സ്പ്രെഡ് ആക്കാൻ, അല്ലെങ്കിൽ ഒരു ജിന്നിഡർ ലീഡറെ വിളിച്ചിട്ട് ഇവിടെ ദീൻ പ്രചാരത്തിൽ കടത്താൻ. പക്ഷേ അല്ലാഹു തആല ആക്കിയത് ഞങ്ങളെ ഇടയിലുള്ള ഞങ്ങളെ കൂട്ടത്തിലെ ഒരാള്, ഞങ്ങളെ കൂട്ടത്തിലെ ബലഞ്ഞു ബന്ധനിക്കത്ത ഒരു വ്യക്തി, ആ വ്യക്തി റായത്തില് വലിയൊരു വ്യക്തിയായിട്ട് സൽസ്വഭാവിയായിട്ട് ഗുണനടത്ത ഉള്ള ആളായിട്ട് എല്ലാരും ഒപ്പിടെ പോലത്തെ ഒരു വ്യക്തിത്വമായിട്ട് രൂപപ്പെട്ടിട്ട് വന്നെങ്കില് ആ മനുഷ്യക്ക്, ആ ലീഡർക്ക് എല്ലാരെയും കഷ്ട നഷ്ട ദുഃഖ ദുമ്മാന അതുപോലെ ഏലു ബീലു വിട്ടു മരണ സുഖ സന്തോഷ എല്ലാം തെരിഞ്ഞെനിക്കത്ത ഒരു ലീഡറായിട്ട് അയാള്. അതുകൊണ്ട് ഇസ്ലാം ചൊല്ലു, പരിശുദ്ധ ഖുർആൻ ചൊല്ലു, നിങ്ങളെ കൂട്ടത്തിലെ ഒരാളുടെ ഞങ്ങൾ നിയമക്കാക്കിയ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് ഞങ്ങൾ അർത്ഥാക്കും. ഒരു മനുഷ്യൻ ഞങ്ങളെ റായത്തിൽ ഞങ്ങൾ 40 വർഷക്കാല ഒരു റായത്തങ്ങളെ വിരോധ ഇല്ലാണ്ട്, എതിർപ്പില്ലാണ്ട്, വിരോധ പക്ഷ ഇല്ലാണ്ട്, ഞങ്ങളെ എതിർ പാർട്ടി ഡൗൺ ഇല്ലാണ്ട്, ഞങ്ങളെ എതിർക്കിടനിക്കത്ത ഒരു വ്യക്തി ഇല്ലാണ്ട് ഒരു റായത്തിൽ ഒരു മനുഷ്യൻ ജീവൻ എടുക്കുന്നത് കഷ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ 40 വർഷം മക്കത്തെ റായത്തിൽ ജീവിച്ചിട്ട് സ്വന്തം മതത്തെങ്ങാവട്ട്, ഇതര ധർമ്മത്തെങ്ങാവട്ട്, ഏത് വിഭാഗത്തെങ്ങാവട്ട്, ഏത് പാർട്ടിയെങ്ങാവട്ട്, ഏത് ധർമ്മത്തെങ്ങാവട്ട് ഒരാൾക്കും ഒരു ടീക്കയില്ല. അങ്ങനെ അത്യന്ത ഗുണവന്തനായ സൽസ്വഭാവിയായ വ്യക്തിത്വമായിട്ട് എല്ലാ ആൾമാരും ഒരുപോലെ അംഗീകരിച്ച നേതാവാണ് സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങനെ നുബുവത്ത് കിട്ടിയിട്ട് അല്ലാഹു തആല ഈ ലോകത്ത് കടത്തിയ. എന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ ചൊല്ലു, നിങ്ങളെ ഇടയിലെ ഒരാളുടെ ഞങ്ങൾ സെലക്ട് ആക്കിയ, അയാളുടെ മേൽ നിങ്ങൾ റസൂലാക്കിയ, അയാളുടെ മേൽ നിങ്ങൾ റായത്തും ഇടീ പ്രപഞ്ചത്തും ഞങ്ങൾ ലീഡറാക്കിയ. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കുള്ള മനസ്സ് ആർക്കാണ്? ലോകത്തെ എല്ലാ മനുഷ്യന്മാരും അംഗീകരിച്ചാർ. ഒരു ചെറിയ വിഷയത്തെ ചൊല്ലേ, നിങ്ങളെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു വ്യക്തി എന്ത് പണ്ടേ യഅരിഫൂന ഹസബഹു യഅരിഫൂന നസബഹു, അയാളുടെ കുടുംബത്തെ നിങ്ങൾ ഗൊന്തുണ്ടോ, അയാളുടെ തറവാട് നിങ്ങൾ ഗൊന്തുണ്ടോ, അയാളുടെ ജീവന രീതി നിങ്ങൾ ഗൊന്തുണ്ടോ, യഅരിഫൂന സിദ്ഖഹു, അയാളുടെ ഗുണ നടത്തെ സത്യസന്ധത്തെ നമ്പിക്കസ്ഥനായിട്ട് ജീവനെടുത്തത് നിങ്ങൾ ഗൊന്തുണ്ടോ. മാത്രമല്ല ഒരു മനുഷ്യകും ആ മുത്തുനബി തങ്ങളെ പേരിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്കും ഒരു കളവ് ചെന്നതിരെ ആരോപ ആ നബി തങ്ങളെ പേരിലില്ല. പിന്നെ നോക്കുമ്പോഴത്തോ കളവ് ചൊന്ന ആരോപ ഇല്ലാണ്ട് മാത്രല്ല, ഒമാ ഉരിഫ ബിഖിയാന, ഒരാൾക്കും വഞ്ചനാക്കിയ ഹിസ്റ്ററി ഇല്ല. വലാ ഉസിറ ഫീഹി അലാ ഖുലുഖിൻ സയ്യ, ഒരു ബെടക്ക് സ്വഭാവത്തെ തൊട്ടിട്ട് പോലും ടച്ച് പോലും ആക്കാത്ത ഒരു വ്യക്തിത്വത്തെ ഉടമയായിട്ട് മക്കത്തെ റായത്തിൽ ബലഞ്ഞു വന്നോട്ടുള്ളേ മുഹമ്മദ് ചൊല്ലെ ബാലക്കാറ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഭാവമാണ് ഈ ലോകത്തിൽ ഇസ്ലാമുക്ക് ഞങ്ങൾ എല്ലാവരും കടന്നു പറകുള്ള കാരണം. ഒരു മനുഷ്യക്ക് സമ്പത്തിക്കൃതി ഇമ്പോർട്ടന്റ് അല്ല, ഒരു മനുഷ്യക്ക് സൗന്ദര്യക്കൃതി ഇമ്പോർട്ടന്റ് അല്ല, ഒരു മനുഷ്യക്ക് ആരോഗ്യം ഇമ്പോർട്ടന്റ് ആയെങ്കിലും സമയത്ത് ഇതിലേതുള്ളത് ഇമ്പോർട്ടന്റ് അല്ല. മനുഷ്യക്ക് എല്ലാത്ത കാട്ടിയും മുഖ്യമായിട്ട് പ്രധാനമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണമായത് മനുഷ്യരുടെ ഗുണനടത്തവും മനുഷ്യരുടെ സ്വഭാവമാണ്. പരിശുദ്ധ ഖുർആൻ ചൊല്ലുടു, വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക, നബിയേ തങ്ങമീതു ദുടുക്കുടെ സ്വഭാവത്തെ ആളായിടെങ്കിൽ, ഒന്ന് ചൊന്നിട്ട് രണ്ട് ചൊല്ലുമ്പോ പെദമ്പ് വളക്കവരുടെ ആളായെങ്കിൽ, അല്ലെങ്കിൽ ആൾമാരട്ടുകൾ ആയിച്ചുപൂല സ്വഭാവത്തെ ആയിടെങ്കിൽ, ഒരേ ഒരു മെമ്പർ നബിയെ തങ്ങളെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമുക്ക് പറലെത്ത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുടെ ഇണ്ട് പ്രപഞ്ചത്തിൽ ഞങ്ങളെ പോപ്പുലേഷൻ ജനസംഖ്യ എടുത്തു നോക്കിയെങ്കിൽ, നിങ്ങൾ ഇത്തീച്ച കഴിഞ്ഞ തിങ്കൾ നോക്കില്ലേ, ഞങ്ങളെ കർണാടകത്തെ സുദ്ധിവാഹിനി സമയത്ത് പ്രസാരാക്കിയ ഒരു വാർത്ത എന്തേ
ಅತ್ಯಂತ ವೇಗವಾಗಿ ಪ್ರಚಾರವಾಗುತ್ತಿರುವ ಹರಡುತ್ತಿರುವ ಧರ್ಮ ಯಾವುದು ಅಂತ ಕೇಳಿದ್ರೆ ಪವಿತ್ರ ಇಸ್ಲಾಂ. ಯಾರಿಗೂ ಮುಚ್ಚಬೇಕು ಸಾಧ್ಯ ಇಲ್ಲ. ಅದು ഇടീ പ്രപഞ്ചത്തെ ജനസംഖ്യയിൽ മുസ്ലിം ഉമ്മത്ത് രണ്ടാമത്തെ സ്ഥാനത്തിലുള്ളാറ്. അത് എങ്ങനെ വന്നിട്ട് ഇസ്ലാമിന്റെ പരിശുദ്ധ ഖുർആൻ ചൊല്ലിടോ ആ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗുണനടത്തയും സ്വഭാവവും മാത്രമായിട്ടിക്കട്. നബി തങ്ങളെ ഗുണനടത്ത സ്വഭാവ ചിലപ്പോ റായത്തങ്ങളെ ഞങ്ങളെ നല്ല ചൊല്ലിടാറ്. റായത്തങ്ങൾ ചിലപ്പോ ഞങ്ങളെ നല്ല ചൊല്ലുവാറ്. അല്ലെങ്കിൽ റായത്ത് എല്ലാവർക്കും ഉപകാരാക്കി ചൊല്ലുവാറ്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യക്ക് സർട്ടിഫിക്കറ്റ് വേണായത് റായത്തങ്ങളെ കൈയിടുതല്ല. അവന്റെ സ്വന്തം മാപ്പയുടെ സർട്ടിഫിക്കറ്റ് ആണ്, സ്വന്തം ഉമ്മയുടെ സർട്ടിഫിക്കറ്റ് ആണ്, സ്വന്തം പെഞ്ഞയുടെ സർട്ടിഫിക്കറ്റ് ആണ്, സ്വന്തം മക്കളെ സർട്ടിഫിക്കറ്റാ. ആ സർട്ടിഫിക്കറ്റ് മുഴുവനും 100% കിട്ടിയെനിക്കത്തെ ഒരു വ്യക്തിത്വമായിട്ടിക്കട് സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കത്തെ റായത്തങ്ങൾ എല്ലാവരും നബി തങ്ങളെ നല്ല സ്വഭാവത്തെ ആള്, നല്ല ഗുണനടത്തടെ ആള്, കളവ് ചൊന്ന് നൽകുന്നില്ല, ഒരു ബാൻഡാറ്റാക്കി നൽകുന്നില്ല, ഒരു ദുഷ്ട സ്വഭാവത്തെ ഒരു ചെറിയ ടച്ച് പോലും ആക്കാത്ത ആളുണ്ട് എല്ലാവരും മക്കത്തെ റായത്തങ്ങ ഒപ്പിയാറ്. എന്നാൽ ആ മക്കത്തെ റായത്തിൽ അല്ലാഹുവിന്റെ റസൂലാവുടെ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊമ്മ പെണ്ണിങ്ങളെ മങ്ങിലായിട്ട് അതൊക്കെ കാരണം വേറെ വേറെ ഉണ്ട്. ഒന്നാമത്തെ സർട്ടിഫിക്കറ്റ് കിട്ടണായത് സ്വന്തം പെഞ്ഞയുടെ മുട്ട ഉമ്മ മരണപ്പെട്ടു പോയിട്ട് ബാപ്പു മരണപ്പെട്ടു പോയിട്ട് ഇനി ബാക്കിയുള്ളത് സ്വന്തം പെഞ്ഞയും മാത്രമായിട്ടിക്കടെ. അവിടെ അല്ലാഹുവിന്റെ റസൂലിന്റെ ಬಗ್ಗೆ പരിശുദ്ധമായ ഖുർആൻ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നബിയെ തങ്ങളത്ര വലിയ ഗുണനടത്ത സൽസ്വഭാവ ഒരാൾ വന്ന് പറഞ്ഞെങ്കിൽ, ഒരാൾ വന്ന് ടീക്കാക്കിയെങ്കിൽ എതിർല് ചൊല്ലട്ട് പരവത്തിൽ ചൊല്ലട്ട് അതിരെ കാതിൽ കേട്ടിട്ട് കേൾക്കാത്തങ്ങളെ പോലെ ആക്കിയിട്ട് എല്ലാരും മൈൻഡനാക്കിടറല്ലേ നബിയെ. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. തങ്ങളത്ര വലിയ ഗുണനടത്ത ആൾ ഈ ലോകത്താറുമില്ല. ഇത് പരിശുദ്ധ ഖുർആൻ കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തരേ. എന്റെ പ്രിയപ്പെട്ട ബാലക്കാരെ, ഞങ്ങൾ എവിടെയാണ് നല്ല ആവണെങ്കിൽ എന്റെ അബ്ബയുടെ എതിരിൽ നിന്നാണ് നല്ലൊരു മോണായിട്ടിക്കണു, എന്റെ ഉമ്മയുടെ എതിരിൽ നിന്നാണ് നല്ലൊരു മോണായിട്ടിക്കണു, എന്റെ ഔത്തിൽ നിന്നാണ് കെട്ടിക്കൊണ്ടുവന്ന എന്റെ പെഞ്ഞയുടെ എതിരിൽ നല്ല മാപ്പിളായിട്ടിക്കണമെന്നാണ്, നന്റെ എതിരിൽ ബലന്ന് പെണ്ണെനിക്കത്തെ നന്റെ മക്കളുടെ എതിരിൽ നാണ് നല്ലൊരു ബാപ്പായിട്ടിക്കണോ എന്നെങ്കിൽ മാത്രമേ ഞങ്ങളുടെ എല്ലാം ദുനിയാവും ആഖിറവും സക്സസ് ആവിടെ. ഒരു ബാപ്പയുടെ വിട്ടിട്ടു ഒരു ഉമ്മയുടെ വിട്ടിട്ടു ഒരു മനുഷ്യക്കും ഈ ലോകത്തില് ദുനിയാവിലും രക്ഷണമില്ല, ആഖിറത്തിലും രക്ഷണയില്ല. അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന ഖാല റസൂലുള്ളാഹി. ഒരു അബ്ബടെ ധിക്കരിച്ചിട്ട് ഒരു ഉമ്മടെ ധിക്കരിച്ചിട്ട് നീ ഇപ്പൊ കുറെ ആൾമാർക്ക് അങ്ങനത്തെ ഒരു ഭാവന നക്കിയുള്ള തെരു നാക്ക് ശിക്ഷണമുണ്ട്, നാണ് എഡ്യൂക്കേറ്റഡ് ആള്, നിന്റെ ബാപ്പ അൺഎഡ്യൂക്കേറ്റഡ് വിദ്യാവന്ത അല്ല, നിന്റെ ഉമ്മക്ക് ആയി തരില്ല. പെണ്ണുമക്കളെ, ബാലക്കാറ് മക്കളെ, വയസ്സായ നിന്റെ ബാപ്പയുടെ എതിരില്, വയസ്സായ നിന്റെ ഉമ്മയുടെ എതിരില് നിന്റെ എത്ര വലിയ ഡിഗ്രി ആവട്ടെ, പോസ്റ്റൽ ഗ്രാജുവേഷൻ എടുത്ത നിക്കത്തെ നിന്റെ ഉന്നത ശിക്ഷണത്തെ സർട്ടിഫിക്കറ്റും ആ വയസ്സായ ബാപ്പയുടെ മുഖത്തെ എതിരിൽ വയ്ക്കുമ്പോ നിന്റെ ഉമ്മയുടെ എതിരിൽ വയ്ക്കുമ്പോ അത് സില്ലി വിഷയം മാത്ര. അതുകൊണ്ട് നിന്റെ എത്ര വിദ്യയില്ലാത്ത ബാപ്പായെങ്കിലും സമയത്ത് ആ ബാപ്പയുടെ എതിരിൽ നിന്റെ പലക്കത്തിന് ഗൗരവമില്ലാത്ത പലക്ക കൊടുത്തെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു മരിക്കുന്നതിന് മുന്നുള്ള ആ മക്ക അനുഭവിക്കാണ്ട് മരിക്കില്ല. എന്തിനെ അനുഭവിക്കേ ചെന്നെങ്കിൽ എന്തിനെ? അല്ലാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കാക്കുമാറാവട്ടെ. നിന്റെ ബാപ്പകുന്നാണ് പറഞ്ഞവനുണ്ടായെങ്കിൽ നക്ക് നിന്റെ മക്ക അടിക്കിടങ്ങാവിടാറ്. അല്ലാഹു നമ്മുടെ കുടുംബത്തെയും കാക്കുമാറാവട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാരെയും ബഹുമാനിച്ചിട്ട് പെണ്ണിങ്ങളെ ಬಗ್ಗೆ ಗೌರವ ചെന്നു കൊടുത്തു. ഒരു ഉമ്മ ഒരു ബാപ്പാണ്ട് ചൊന്നെങ്കിൽ മോനെ നീന് രക്ഷപ്പെടുവാണ്ട് ബാരിക്കണ്ട, നിക്ക് സ്വർഗത്തിൽ പോയിട്ട് പത്തണ ആ മെയിൻ ഗേറ്റ് ഓപ്പൺ ആവണമെങ്കിൽ നിന്റെ അബ്ബടെ പൊരുത്തയില്ലാണ്ട് ഉമ്മടെ പൊരുത്തയില്ലാണ്ട് നിക്ക് ആ സ്വർഗത്തിൽ പോകു സാധ്യയില്ല. സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉമ്മ ഹയാത്തിലില്ലെങ്കിലും ആ ഉമ്മയുടെ ഗൗരവത്തെ എടുത്തു പിടിക്കുക. മുത്തുനബി തങ്ങ ചൊന്നേ അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാ.
നിന്റെ ഉമ്മയുടെ കാലുടെ അടിയിൽ സ്വർഗമുണ്ടു ചെന്നെങ്കിൽ കാലിന്റെ അടിയിൽ പോയിട്ട് തേടുന്നുണ്ടല്ലോ അതിനർത്ഥ. പിന്നെ ആ ഉമ്മയുടെ കാലുടെ പാത ഓരോ സ്റ്റെപ്പും നിന്റെ ബലത്തിയതും നിന്റെ ബലസിയതും നിക്ക് ബുദ്ധി ചൊന്നതും നിന്റെ വളർത്തിയതും എല്ലാം അത് നിന്റെ സ്വർഗത്തുള്ള തെരുവായിട്ടിക്കിട്. നിന്റെ ഉമ്മയാണ് നിന്റെ സ്വർഗത്തിലേക്ക് എത്തിക്കിടത്. ആ ഒരു ബോധ മനുഷ്യ നിക്ക് ഇക്കട്ടുണ്ട് ചൊല്ല് ഒരു ഉപദേശമായിട്ടിക്കിട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നത്. അങ്ങനെ മക്കത്ത് റായത്തങ്ങ പോയിട്ട് സ്വഹാബത്ത് കേട്ടാറ്. ആയിഷ ബീവി ഉമ്മയുടെ മുട്ട കേട്ടാറ്. ആയിഷ, നിങ്ങക്ക് മാപ്പിളയുടെ ಬಗ್ಗೆ എന്തൊരു അഭിപ്രായം ചൊല്ലുകുണ്ട? നിങ്ങളെ മാപ്പിളയുടെ സ്വഭാവം എങ്ങനെ? ആ സമയത്തിൽ മുത്തുനബി തങ്ങളെ ಬಗ್ಗೆ ആയിഷ ബീവി ചൊല്ലുടോ, കാന ഖുലുഖുഹു വൽ ഖുർആൻ. നന്റെ മാപ്പിളെ പരിശുദ്ധ ഖുർആൻ എങ്ങനെ ചൊന്തു ആ ചൊന്ന അതേ ലെവലിൽ നന്റെ മാപ്പിള ഉള്ളത് നന്റെ അനുഭവത്തിൽ പെട്ടിട്. സ്വന്തം മാപ്പിളക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കടെ പെഞ്ഞൈ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു കൊടുത്തറ. ഞാൻ എന്തിത് ഓർമ്മപ്പെടുത്തുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബാപ്പയുടെ നല്ല മോണായില്ലെങ്കിൽ ഉമ്മയുടെ നല്ല മോണായില്ലെങ്കിൽ കെട്ടിക്കൊണ്ടു വന്ന പെഞ്ഞൈകുള്ള നല്ല മാപ്പിളായില്ലെങ്കിൽ അതുപോലെ ബലന്ന് പണ്ട മക്കളുള്ള നല്ല അബ്ബായില്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് ഞങ്ങൾക്ക് എല്ലാത്തക ആക്കി ഞങ്ങൾ എന്തെങ്കിലും സക്സസ് ആയെങ്കിലും ഞങ്ങൾ ഔത്തുൽ ഞങ്ങൾ ഫെയിലിയർ ആവുക. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പലക്കത്ത് അത്ര ഗൗരവയിന്ത്, നബി തങ്ങളെ പലക്ക അത്ര ശിസ്തുയിന്ത്, നബി തങ്ങൾ ഒരു പലക്ക പറയുമ്പോൾ ഒരാൾക്ക് നൊമ്പലാവത്തെ പലക്ക പറഞ്ഞുകൊണ്ടിന്ത് അത്യന്ത ഗൗരവ റെസ്പെക്ട് വെച്ചിട്ട് ഹബീബായ നബി തങ്ങളെ പലക്ക വന്നുകൊണ്ടിന്ത്. ഒരാൾ വന്നിട്ട് നബി തങ്ങളെ മുട്ട കേക്കിട്, ഒരാൾ വന്ന് നബി തങ്ങളെ മുട്ട കേക്കിട്, മാ ഹുവൽ ഇസ്ലാമു യാ റസൂലല്ലാഹ്, എന്തേ നബിയെ ഇസ്ലാം ചൊന്നെങ്കിൽ, ഇസ്ലാം ചൊന്നെങ്കിൽ എന്തേ? അല്ലാഹുവിന്റെ റസൂലിന്റെ ആൻസർ ഇതാ, സിമ്പിൾ ആയിട്ട് ആൻസർ ആക്കിട്. അംർ ഇബ്നു അബസ റളിയല്ലാഹു അൻഹു വന്ന് കേട്ടതായിട്ട് ചരിത്രത്തിൽ കാണ്ട്. എന്തേ ഇസ്ലാം ഉണ്ട് കേൾക്കുമ്പോ ഒന്നാമത്തെ ഇസ്ലാം തീബുൽ കലാം, നിന്റെ പലക്ക നല്ല പലക്കാവണു. ഒരു മുസ്ലിം നല്ല മുസ്ലിം കൊണ്ട് ചൊല്ലണമെങ്കിൽ അവന്റെ പലക്ക നല്ല പലക്കാവണു എന്നെങ്കിൽ മാത്രമേ അവന്റെ ಬಗ್ಗೆ നല്ല മുസ്ലിം കൊണ്ട് ചൊല്ലാം. അല്ലാഹുവിന്റെ റസൂലിനെ മുട്ട വന്ന് കേട്ടപ്പ ഏറ്റവും നല്ല ഇസ്ലാം എന്തിനുണ്ട് കേൾക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ആൻസർ തീബുൽ കലാം, നല്ല പലക്ക ചൊല്ലവനാവണു, നല്ല പലക്ക ചൊല്ലുടവനാവണു. പലക്കത്തിനായിട്ട് മനുഷ്യൻ നരകത്ത് എത്രയുണ്ട്. ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു. ഈ തങ്ങളെ മുട്ട ഒരാൾ വന്നിട്ട് ചൊല്ലു, നബി ഇസ്ലാം എടുത്തുള്ള പരിചയാക്കി തറു. അപ്പൊ നബി തങ്ങൾ ചൊന്നു, നിസ്കരിക്കണു, നോമ്പ് പിടിക്കണു, ഖുർആൻ ഓതണു, നോമ്പ് പിടിക്കണു, ഹജ്ജ് ചെയ്യണു, സക്കാത്ത് കൊടുക്കണു. ലാസ്റ്റ് അയാൾ ചൊന്ന പലക്കെന്തര ഗൊന്തുണ്ട നബിയെ ഇതര ആണ്ടി ಯಾರನಾണ് അപ്പുറൊന്നും ആക്കില്ല, ഞാൻ ഇത്രമേ ആക്കടെ. അല്ലാഹുവിന്റെ റസൂൽ പോമ്പത്തു ചൊന്തു, ഓ മനുഷ്യ, യാ മുആദ്, മഹാനായ സയ്യിദുനാ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുടെ വിളിച്ചിട്ട് ഒരു വിഷയം ചൊല്ലുടോ. മുആദേ, ഇതാ നല്ല പലക്ക ഒരു മനുഷ്യയുടെ ബായിൽ ബന്ധില്ലണ്ടായെങ്കിൽ നീ എത്ര നല്ല സൊറാക്കിട്ടും കാര്യമില്ല. മനുഷ്യന്മാരെ നരകത്ത് കൊണ്ടുപോയിട്ട് മുഖം കുത്തിട്ട് വലിച്ചെരിപ്പാട്ടിടത് മനുഷ്യരുടെ നാവുൽ ബന്റെ പലക്കങ്ങളായിട്ടിക്കിട്. സുബ്ഹാനല്ലാഹ്. നിസ്കരിച്ച നിസ്കാര പിന്നോർത്തക്, പിടിച്ച നോമ്പ് പിന്നോർത്തക്, കൊടുത്ത സകാത്ത് പിന്നോർത്തക്, കൊടുത്ത സദക്ക ഇന്നോർത്ത തലക്ക്. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നു, ഈ മട്ടത്ത് ആയിട്ടിക്കിട്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. തീബുൽ കലാം വേണം. രണ്ടാമത്തേത് ഇത്ആമുത് തആം, ആൾമാർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ ഞങ്ങൾ കൊടുത്ത ഭക്ഷണ, ഞങ്ങൾ അബ്ബയുടെ പേരിൽ കൊടുക്കുന്ന ഭക്ഷണ, ഉമ്മയുടെ പേരിൽ കൊടുക്കുന്ന ഭക്ഷണ, കുടുംബത്തങ്ങളെ പേരിൽ കൊടുക്കുന്ന ഭക്ഷണ, ഇതെല്ലാം അല്ലാഹുവിന്റെ ദീന്റെ ഭാഗമായിട്ടിക്കിട്. അല്ലാഹു തആല ഞങ്ങളെ മുട്ടത്തെ കാത്തു, അല്ലാഹു തആല ഞങ്ങളെ മുട്ടത്തെ കബൂലാക്കി തരുമാറാവട്ടെ. ഞങ്ങളെ എല്ലാ ആൾമാരെയും ദുനിയാവും ആഖിറവും അല്ലാഹു സലാമത്താക്കി തരുമാറാവട്ടെ. ഞങ്ങളെ റായത്തിൽ ചൊമ്മ ബാലക്കാർ കഷ്ടപ്പെട്ടാറ്, അധ്വാനിച്ചിടാറ്, സഹായിച്ചിടാറ്. ഞങ്ങളെ റായത്തെ അഭിവൃദ്ധിക്ക്, ഞങ്ങളെ പള്ളിക്ക്, ഞങ്ങളെ മദ്രസത്തുക്ക്, അതുപോലെ ഞങ്ങളെ പള്ളിയുമായി ബന്ധപ്പെട്ട സർവ്വ വിഷയത്തും
മുത്തുനബി തങ്ങളെ മജ്ലിസ് സമേത ഒരുപാട് ആൾമാർ സഹകാരാക്കിടാറ് സഹായാക്കിടാറ് അങ്ങനെ എല്ലാരെയും സഹായത്തെയും സഹകാരത്തെയും അല്ലാഹു തആല കബൂലാക്കി തരുമാറാവട്ടെ. ഞാൻ സുദീർഘമായിട്ട് ഞാൻ പലക്കത്തെ ദീർഘിപ്പിക്കില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു ആയത്ത് ഓതി ഞാൻ ഭർത്തിയാക്കിയിട്ട് ഞാൻ നിപ്പാട്ടെ. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം. ആ മുത്തുനബി തങ്ങളെ വിശേഷന്തര ഗൊന്തുണ്ട അല്ലാഹു തആലയുടെ ഖുർആന്റെ ആയത്ത് ഓതിട്ട് ആൽമാരെ ആത്മീയമായിട്ട് സംസ്കരണാക്കിട്, ശുദ്ധിയാക്കിട്, പരിശുദ്ധത്തെ എത്തുപാട്ടിട്. ആ കൂട്ടത്തിലായിട്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എത്രമാ ആൾമാർ ഈ ലോകത്ത് ബദലാവണ ഒളകായിടാറ്. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. പരിശുദ്ധ ഖുർആൻ നബി തങ്ങൾ എല്ലാവർക്കും പഠിപ്പാട്ടി കൊടുക്കടോ, ഹിക്മത്തിനെ പഠിപ്പാട്ടി കൊടുക്കടോ, വിദ്യയുടെ പഠിപ്പാട്ടി കൊടുക്കടോ. ഈ സ്വറ ആക്രമിക്കത്തെ നേതാവായിട്ടിക്കട് മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ നബി തങ്ങളെ കുഞ്ഞബടെ മോണു ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചൊല്ലുടു. നജ്ജാശി ചൊല്ലുടെ രാജാവു ഇസ്ലാം സ്വീകരിച്ചതായിട്ട് ചരിത്രത്തിൽ കണ്ട്. എന്നാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ചരിത്ര ചൊല്ലുടെ കൂട്ടത്തില് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചൊല്ലു. നജ്ജാശിയുടെ മുട്ട പോയിട്ട് കേട്ടപ്പോ നജ്ജാശി ചൊന്നൊരു വർത്തമാനമുണ്ട്. കുന്നാ ഉബ്ബാദ ഔസാ. ഞങ്ങ ബിംബത്തിന് ആരാധനാക്കോ ഇന്ന പൂജാക്കൊണ്ടിന്ന. പക്ഷേ ഞങ്ങളെ ദുസ്വഭാവം എന്തുകൊണ്ടുണ്ട നഅ്കുലുൽ മൈതത. ചത്ത എല്ലാ ചകത്തെ പിടിച്ചിട്ട് ഞങ്ങ തിന്നോണ്ടിന്ന. ഏത് തിന്നോ തീരാ ചൊല്ലനിക്കത്തെ കോമൺ സെൻസ് പോലും ഞങ്ങളെ മുട്ടത്ത് ഇല്ലാന്ത്. വനശ്റബുൽ ഖംറ. മദ്യ ചൊല്ലുടോ. അതുപോലെ തന്നെ കള്ള് കുടിച്ചിട്ട് ഞങ്ങ ജീവൻ എടുത്തോണ്ടിന്ന. വനഖ്തഉർ റഹിമ. കുടുംബ സംബന്ധങ്ങളുടെ നിരനിത്യേന ഖലാറ്റാക്കിട്ട് ഗ്രൂപ്പുകൾ പാർട്ടികളായിട്ട് അങ്ങനെ സപ്പോർട്ട് ആക്കിടങ്ങ കൊറിയാള്, ഇങ്ങനെ സപ്പോർട്ട് ആക്കിടങ്ങളെ കൊറിയാള്, ഇങ്ങനെ കുടുംബത്തിടയിൽ ഗലാറ്റ ജോറായിട്ടിട്ട് എല്ലാ ബാൻഡാത്തരങ്ങളും അണ്ടത്തെ കാലത്തിൽ നിറഞ്ഞു പോയിട്ടിന്ന കാലത്തിൽ അല്ലാഹുടെ റസൂൽ ഞങ്ങളെ മുട്ടത്ത് വന്നിട്ടാവുമ്പോ അല്ലാഹു തആല ഞങ്ങളെ ചിമ്മയുടെ വെളിച്ചത്ത് കൊണ്ടുവന്ന കത്തലിനിಂದ ಬೆಳಕಿನೆಡೆಗೆ സുബ്ഹാനല്ലാഹ് അധാർമികതಯಿಂದ ധാർമ്മികതയെಡೆಗೆ ಅರಾಜಕತೆಯಿಂದ അരാജകതಯಿಂದ നൈതികതയെಡೆಗೆ ഞങ്ങൾ എല്ലാരെയും പിടിച്ചിട്ട് കൊണ്ടുവന്ന് ഞങ്ങൾ എല്ലാരെയും സൽസ്വഭാവികളാക്കിട്ട് ഞങ്ങൾ കള്ളു കുടിക്കരുത് ബുട്ട, ജിഗാരി കളിക്കരുത് ബുട്ട, അതുപോലെ തന്നെ കുടുംബ സംബന്ധത്തിൽ നിന്ന് ഗലാട്ട നിപ്പാട്ടിയ, സാഹോദര്യത്തെ ഉണ്ടാക്കിയ, സൗഹൃദത്തിൽ ಬೆಳೆಯುವ ഞങ്ങൾ പ്രയത്നാക്കിയ, ഞങ്ങളെ സ്വഭാവം ഞങ്ങൾ കൺട്രോൾ ആക്കിയ, ഞങ്ങളെ പലക്കത്തിൽ നിയന്ത്രണം കൊണ്ടുവന്ന അങ്ങനെ ഞങ്ങളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസ്കരണ ആക്കി എടുത്തിട്ട് നജ്ജാശിയുടെ രാജാവ് ചൊന്നതായിട്ട് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുടെ ചരിത്രത്തിൽ ഞങ്ങൾ എടുത്തു നോക്കുമ്പോൾ കണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തിയത് മുത്തുനബി തങ്ങളെ ಬಗ್ಗೆ ഞങ്ങൾ പഠിക്കുമ്പോൾ 1500 ഈ വർഷാചരണ നടക്കുന്ന സമയത്തിൽ പണ്ട് വർഷത്തിൽ ഞങ്ങൾ ഐക്യമായില്ല, ഞങ്ങൾ ആർക്കും ಗೊತ್ತಿಲ್ಲ. 1600 വർഷാചരണക്ക് ഞങ്ങൾ ഐക്യമല്ല, ഞങ്ങളെ മക്കമേ ഐക്യറാണ് ചൊല്ലു, ഞങ്ങൾ ആർക്കും ಗೊತ್ತಿಲ್ಲ. അല്ലാഹു അവന്റെ പൊരുത്തത്തിലായിട്ട് ആഫിയത്തും ദീർഘായുസ്സും ഞങ്ങൾ എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളെ മജ്ലിസിൽ ഒരുപാട് ഹിരിയ ആളുമാറുള്ളാറ്, ഉമ്മമാറുള്ളാറ്, ഉഷാറില്ലാത്ത ആളുമാറുള്ളാറ്, ബാലക്കാറുള്ളാറ്, പെൺമക്കളുള്ളാറ്, എല്ലാരും തടിയുള്ള സീക്ക് സംഘട്ടത്തെ അല്ലാഹു തആല ഈ പരിശുദ്ധമായ ഈ മജ്ലിസിലെ ബറക്കത്ത് കൊണ്ട് മുത്തുനബി തങ്ങളെ ഹക്ക് കൊണ്ട് എല്ലാം അല്ലാഹു ശിഫയാക്കി തരുമാറാവട്ടെ. അതുപോലെ ഇന്നലെ ചോറാക്കി തന്നങ്ങ ഉള്ളാറ്, അതുപോലെ കെട്ടാക്കി തന്നങ്ങ ഉള്ളാറ്, എല്ലാ നിലക്കും ഞങ്ങളെ മജ്ലിസിൽ സഹകരിച്ചങ്ങ ഉള്ളാറ്. മജ്ലിസിലെ മൗലിദ് അൽഹംദുലില്ലാ 12 ജാവും ഞങ്ങളെ മജ്ലിസ് സംഘടിപ്പിച്ചപ്പോ ഞങ്ങളെ റായത്തെ എല്ലാവരും വന്നിടാറ്. സുബൈക്ക് 4:30 ഗಂಟೆಗೆ ഞങ്ങൾ ആക്കിയ മജ്ലിസിൽ എല്ലാ ഹിരിയങ്ങ സമയത്ത് വന്നിടാറ്. അതുപോലെ സുബൈക്ക് 11 ಗಂಟೆ
മജ്ലിസും അതുപോലെ റാലിയും എല്ലാ സൽക്കർമ്മങ്ങൾക്കും നിങ്ങൾ എല്ലാവരും കൂടിയിടാറ് സപ്പോർട്ട് ആക്കിയിടാറ് ബെമ്പല തന്നിടാറ് ഇതൊന്നും വെറുതെ അവിടെ നിങ്ങൾ ബാരിക്കണ്ട ഈമാനുള്ള ആളുമാറുക അള്ളാഹു ഞങ്ങൾ തന്നെ ഏറ്റവും വലിയ നിഅമത്തായിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുത്തുനബി തങ്ങളെ മഹബത്ത് വെച്ചിട്ടാക്കിയത് ഒരു നയാ പൈസ പോലും വേസ്റ്റ് ആവലായിട്ട് നിങ്ങൾ എല്ലാവരും ആലോചന ആക്കണം നിങ്ങളെ മനസ്സിൽ ദൃഢമായ തീരുമാനം എടുക്കണം അള്ളാഹുടെ റസൂലിന്റെ മദ്ഹ് എല്ലാ റൗത്തിലും ഓതണം എല്ലാ റൗത്തിലും മജ്ലിസ് ആക്കണം ഞാൻ സാമാന്യമായിട്ട് ചൊല്ലലുണ്ട് ഒരു 5 ആൾമാർക്കെങ്കിലും വിളിച്ചിട്ട് നിങ്ങൾ ഭക്ഷണം കൊടുത്തിട്ട് ഒരു മൗലിദിലെ മജ്ലിസ് ഔത്തിൽ സംഘടിപ്പിക്കണോ വിശേഷിച്ചും 1500ാമത്തെ ഈ വർഷത്തിൽ ഒരു ഔത്തവണും മിസ്സാക്കിരണ്ട അത് ബാഡിഗഡ് ഔത്തവണ ആവട്ടെ സ്വന്തം ഔത്തവണ ആവട്ടെ എന്തും നിങ്ങൾ മിസ്സാക്കാണ്ട് ഒരു കുറത്തെയും അള്ളാഹു നിങ്ങൾക്ക് കൊറടിയാക്കല അള്ളാഹുടെ റസൂലിന്റെ മദ്ഹ് ചൊല്ലറോ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുപാട്ടറോ ആ റസൂലുള്ളാഹിയുടെ സ്വലാത്ത് ചൊന്നെങ്കിൽ അതേ മയ്യാവും ഞങ്ങളുടെ ദുനിയാവും ആഖിറത്തും അതൊക്കെല്ലാത്തും ഒരു കാരണമായിട്ട് ഈ മജ്ലിസിൽ അള്ളാഹു ഞങ്ങൾക്ക് ആക്കി തരുമാറാവട്ടെ ഞങ്ങളെ മക്കളെ കാര്യക്രമയ്ക്കിട് ഞാൻ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തരെ നാളെ ഇത് ചൊല്ലുകാവില്ല ഇന്ത്യ നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് നാളത്തെ വിഷയം ഇന്ത്യ ചെന്നുവിട്ടരെ ഞങ്ങളെ മക്ക ചിലപ്പോ ഇവിടെ വന്നിട്ട് പ്രദർശനാക്കുമ്പോ പ്രസന്റേഷൻ ആക്കുമ്പോ ചിലപ്പോ അങ്ങ് പാതിൽ തപ്പു പാതിൽ തപ്പിട്ടാകുമ്പോ കുറെ ആൾമാർ പെരവത്ത് ചിരിക്കിടോ വലിയ ആൾമാർ ചിരിക്കിടെ ചിരിച്ചിട്ടാകുമ്പോ ആ മക്ക ഇന്ത്യ ലാസ്റ്റ് പൊളിഞ്ഞു പോവാറത് അവിടേക്ക് തീർന്നു പോകും കാരണം എന്തേ ആ മക്ക ഇൻസൾട്ട് ആയിട്ട് അങ്ങനെ ഫീൽ മനസ്സ് വന്നു പോയെങ്കിൽ നിങ്ങളെ ചിരിക്കായിട്ടിക്കോ ആ മക്കളെ ദൈപ്പാട്ടെടുത്ത് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ പാട്ട് പാടിയിട്ട് പാതിൽ തപ്പിയെങ്കിൽ നിങ്ങൾ ആരും ആ മക്കളെ എന്തും ഇന്ധനാക്കണ്ട കിട്ടിയ മക്കളെ നന്റെ മോനും അങ്ങനെ ആയെങ്കിലും നന്റെ കിടാവും അങ്ങനെ ആക്കിയെങ്കിലും ഞങ്ങൾ അങ്ങനെ പിടിച്ചിട്ട് പ്രോത്സാഹിക്കണം ബാക്കിയുള്ള മക്കളോട് കമ്പയർ ആക്കട്ടെ ഒരാൾ അവൻ എത്ര ചന്ത പാടിയ ഓൻ എത്ര ചന്ത ഭാഷണാക്കിയ നിക്കെന്തായിട്ട് നിങ്ങൾ ഔത്തു പോയിട്ട് ലാസ്റ്റ് അടിക്കിടെ പിടിക്കിടെ ഇങ്ങനത്തെ ഒരു അവസ്ഥ ബർപ്പാട്ടത് പോലെ എല്ലാരും സപ്പോർട്ട് ആക്കണം എല്ലാരും ഭാഷണക്കാരാവില്ല എല്ലാരും പാട്ടുകാരാവില്ല എല്ലാരും പൈസക്കാരാവില്ല എല്ലാരും ഉസ്താദാവില്ല എല്ലാരും ഡോക്ടർ ആവില്ല എല്ലാരും എഞ്ചിനീയർ ആവില്ല ഓരോരുത്തരെ അല്ല പടക്കുമ്പോ എന്തിനാവണുണ്ട് അവൻ തീരുമാനാക്കിട്ട് വെച്ചിട്ടിക്കട ഞങ്ങൾ നല്ല തെരു കാട്ടിയെങ്കിലായിട്ട് അത്തരെ അതുകൊണ്ട് ഒരു മക്കളെ പിന്നൊരു മക്കളെ മേൽ കമ്പയർ ആക്കിയിട്ട് നിങ്ങളെ മക്ക എന്തും ആവത്തങ്ങാ ചൊല്ലി എനിക്ക് ടെൻഷൻ നിങ്ങൾ എടുക്കണ്ട കുറെ ഉമ്മമാർക്ക് അങ്ങനത്തെ ഒരു ബേജാറ് അവനക്ക് അത്ര മാർക്ക് കിട്ടിയിട്ടല്ലേ അവനക്ക് അത്ര ഫസ്റ്റ് പ്രൈസ് കിട്ടിയതല്ലേ അവൻ അത്ര സെക്കൻഡ് കിട്ടിയതല്ലേ നന്റെ മോൾക്ക് എന്തേ പിന്നെ ലാസ്റ്റ് എന്തിനെ കൊണ്ടുണ്ട് അങ്ങ് ഫസ്റ്റ് കിട്ടാറ് സെക്കൻഡ് കിട്ടാറ് ദൂർ പണ്ട് പിന്നെ ഉസ്താദ്മാരുടെ പേരിൽ പഠിപ്പാറ്റിയ വ്യക്തികളുടെ പേരിലായിട്ട് കിട് അങ്ങനെ നന്റെ കിടാവ് പഠിപ്പാട്ടിട്ടില്ല അങ്ങനെ അല്ല അത് ഓരോ മക്കൾക്കും അങ്ങനേതായ പ്രകൃതി അനുസരിച്ചിട്ടുള്ള അങ്ങനെ ശൈലിയും രീതിയും ഇക്കിട് എല്ലാവരും ഒരുപോലെ ആ ദുനിയാവിൽ സാധ്യയില്ല അതുകൊണ്ട് ഒരുത്തരുടെ മേലിൽ പിന്നൊരുത്തരെ കമ്പയർ ആക്കിയിട്ട് നന്റെ കിടാവ് എന്തു ആവാത്തവന്നുണ്ട് ഒന്നാ നിങ്ങൾ അങ്ങനെ ചൊല്ലിടാറ് അല്ലെ നന്റെ കിടാവ് ഉസ്താദ് എന്ത് പഠിപ്പാട്ടിട്ടില്ലാന്ന് ചൊല്ലിടാറ് അല്ലെങ്കിൽ ടീച്ചർമാർ കെയർ ആക്കിയിട്ടില്ലാന്ന് ചൊല്ലിടാറ് ഇത് നിങ്ങൾ എന്ത് ചൊന്നെങ്കിലും നിങ്ങൾ മാനസികമായിട്ട് കുറകിടർ അത്തരമേ ഇതിൽ വേറെന്തോ ആവുകയില്ല അതുകൊണ്ടിട്ട് ആ മക്ക ആക്കിട ആ പ്രസന്റേഷൻ ഉണ്ടല്ലേ ആ പ്രദർശനം അത് മയ്യാവും അങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പത്തട്ട് നിക്കട്ട് അസ്സലാമു അലൈക്കും ചൊല്ലട്ട് സാധ്യ ഇന്നെങ്കിൽ ധൈര്യം പാടട്ട് പിന്നെ ഇഞ്ഞിട്ട് പോട്ട് അത്ര മയ്യാവും നിങ്ങൾ അത്രമേ സ്പെക്ടാക്കണായത് അങ്ങനെ മുട്ടത്ത് അതല്ലാണ്ട് വേറെന്തെല്ലാം നിങ്ങൾ നിരീക്ഷപ്പിച്ചിട്ട് അങ്ങ് ഇപ്പൊ ചെറിയ വയസ്സ് എന്താ ഞങ്ങളെ ലെവലിൽ അങ്ങ് പറഞ്ഞു നീ ബാരിച്ചിങ് നടക്കില്ല അത് അങ്ങ് ഇപ്പൊ ഉള്ളിത്തര ഓണ 10 വർഷത്തെ മക്ക 8 വർഷത്തെ മക്ക 7 വർഷത്തെ മക്ക ഞങ്ങൾ ഇപ്പൊ 30-40 വർഷമായിട്ട് ഞങ്ങൾ 40 വർഷത്തെ മക്ക ആ മക്കളെ നന്റെ ലെവലിൽ പറഞ്ഞു നന്റെ പോലത്തെ സ്വഭാവം വേണു അവന് തന്റെ ആക്കോത്തീരാ കിരിക്കിരി ആക്കോത്തീരാ അവൻ അങ്ങനെ വേണം ഇങ്ങനെ വേണം നിങ്ങൾ ഇപ്പൊ ബാരിച്ച നിങ്ങൾ ഇങ്ങനെ വായിടെ ഇപ്പൊ ഈ വയസ്സായാലും പിന്നെ ശരിയാക്കുമ്പോ ഇതിനാണ്ടി അപ്പുറത്തിൽ നിന്നാറ് നാനും സമയത്താ അതുകൊണ്ടിട്ട് നിങ്ങൾ ആ ടെൻഷൻ വിടൂറു ആ മക്ക ജസ്റ്റ് ഒന്ന് വരട്ട് കാര്യക്രമത്തെ പ്രോഗ്രാം നടപ്പാട്ടിട്ട് നിങ്ങൾ അതിക്ക് പ്രോത്സാഹം കൊടുക്കും എത്ര തപ്പിയെങ്കിലും സമയത്താ ഔത്തു പോയിട്ട് ആ മക്കളെ നല്ല പ്രോത്സാഹിച്ചിട്ട് പുഷ് ആക്കും ഇൻഷാ അല്ലാഹ് ആ മക്കളെ അപ്രീഷിയേറ്റ് ആക്കിയെങ്കിൽ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് പ്രോഗ്രാം അങ്ങ് ഇൻട്രസ്റ്റ് എടുത്തിട്ട് മുന്നോട്ട് ബണ്ടാറ് അല്ലാഹു തആല അതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ മക്കൾക്കും ഇൻഷാ അല്ലാഹ് അഡ്വാൻസ് ആയിട്ട് ഓൾ ദി ബെസ്റ്റ് ചൊന്നുണ്ടു എല്ലാ മക്കളെ പെർഫോമൻസ് നല്ല ആവട്ടുണ്ട് ഈ സന്ദർഭത്തിൽ ആറൈക്കാക്കിയിട്ട് തന്റെ പലക്കത്തി പാട്ടറെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു